ഈ ഒരു പരാതി മാത്രമല്ല, കൂടുതൽ പരാതികൾ ഒരുപക്ഷെ രാഹുലിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയും പൂർണ്ണമായും കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളയുന്നില്ല. നിലവിൽ 2 പരാതികളുണ്ട്. പക്ഷേ അതിൽ ലൈംഗിക പീഡന പരാതിയില്ല. അത് ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സമീപിച്ചു എന്ന തരത്തിലുള്ള 2 പരാതികളാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുന്നത്. അതിന് പുറമെ മറ്റ് ലൈംഗിക പീഡന പരാതികൾ കൂടി വന്നാൽ അത് വലിയ കുരുക്കായി മാറും. എന്തായാലും നിലവിൽ തന്നെ ഈ നിർബന്ധിത ഗർഭചിത്രം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തോടുകൂടി രാഹുലിന് കുരുക്ക് മുറുകിയിട്ടുണ്ട്. അത് ജാമ്യം പോലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ മുൻകൂർ ജാമ്യം എന്നൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിലേക്കാണ് രാഹുൽ ശ്രമിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലെ ഹൈക്കോടതിയിലെ ചില പ്രധാനപ്പെട്ട അഭിഭാഷകരുമായി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു പക്ഷേ രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സാധ്യത. അങ്ങനെ ഹൈക്കോടതിയെ സമീപിച്ച് ജാമ്യം കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതിയെ പോലും സമീപിച്ചേക്കും. അങ്ങനെ അതുവരെ പോലീസ് കാത്തിരിക്കുമെന്നതാണ് നമുക്ക് കാണേണ്ട കാര്യം. കാരണം നേരത്തെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ, ചില നിർണായകമായ ചില കേസുകളൊക്കെ ഉണ്ടായപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് അവരുടെ നിലപാട് എന്താണെന്ന് അറിയുന്നതുവരെ കാത്തിരിക്കുന്ന ഒരു രീതി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. നേരത്തെ സിദ്ദിഖിന്റെ കേസൊക്കെ ഉണ്ടായപ്പോൾ അത്തരം ചില സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഒരു ആനുകൂല്യം ഒരുപക്ഷെ രാഹുലിന് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങണമെങ്കിൽ ചില നിയമപരമായ നടപടികൾ കൂടിയുണ്ട്. അത് സ്പീക്കറുടെ പെർമിഷൻ വാങ്ങണമെന്നതാണ്. ഒരുപക്ഷെ സ്പീക്കറുടെ പെർമിഷൻ വാങ്ങാൻ ഇന്ന് തന്നെ അപേക്ഷ നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയേണ്ടതില്ല. മാത്രമല്ല, നിലവിലെ അന്വേഷണ സംഘം വിപുലീകരിക്കാനുള്ള സാധ്യതയുണ്ട്. DIG അജിത ബീഗം അടക്കമുള്ള ഏതെങ്കിലും ഒരു ഉന്നത വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക പോലീസ് സംഘം രൂപീകരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നിലവിൽ വലിയമല പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാരണം ആ പെൺകുട്ടിയുടെ വീടിരിക്കുന്നത് ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ടാണ് അവിടെ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം ഇത് നേമം പോലീസിനെ കൈമാറിയിട്ടുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം ഈ ക്രൈം നടന്നത് നേമം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. അതൊരു ലീഗൽ പ്രൊസീജിയറാണ്, പോലീസിന്റെ ഒരു നിയമപരമായ പ്രൊസീജിയറാണ്. അതുകൊണ്ട് തന്നെ നേമം പോലീസിന് കൈമാറുന്നു. നേമം പോലീസ് നിന്നായിരിക്കും ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുക്കുക. 2 നടപടികളിലേക്കാണ് ഇന്ന് പോലീസ് പോവുക. ഒന്ന്, അന്വേഷണ സംഘം വിപുലീകരിക്കുന്നു. ഒരു ഉന്നത IPS വനിതാ ഉദ്യോഗസ്ഥ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം വിപുലീകരിക്കും. 2, 164 നൽകുന്നതിനായി പോലീസിൽ പരാതി നൽകും. 3, ശാസ്ത്രീയമായി ലഭിച്ചിട്ടുള്ള എവിഡൻസുകൾ കുറെ കൂടി വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. മറ്റൊന്ന്, അറസ്റ്റിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ സ്പീക്കറുടെ അനുമതി തേടും. അത്തരത്തിൽ പോലീസിന് മുന്നിൽ ഇനി അറസ്റ്റിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് ചില കടമ്പകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനിടെ രാഹുൽ എവിടെ എന്ന ചോദ്യം കൂടി സ്വാഭാവികമായും ഉയരുന്നുണ്ട്. പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ മൊഴിയെടുത്തിട്ടുണ്ട്, അതിജീവിതയുടെ മൊഴിയെടുത്തിട്ടുണ്ട്. അവർ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് സാധൂകരിക്കുന്ന തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ, ഓഡിയോ സന്ദേശങ്ങൾ, വാട്സ്ആപ്പ് ചാറ്റുകൾ, ഇതൊക്കെ കൈമാറിയിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ചുമത്തിയിട്ടുള്ള ഈ കുറ്റങ്ങൾ അത് തെളിയിക്കാൻ തക്ക തെളിവുകളാണ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. എങ്ങനെയാണ് നിയമവിദഗ്ധർ ഈ കേസിനെ, ഈ പരാതിയൊക്കെ വിലയിരുത്തുന്നത്? ഇന്നലെ രാത്രി ഏറെ വൈകിയും അന്വേഷണ സംഘം ഈ മൊഴിയെടുത്തതിന് ശേഷം യോഗം ചേരുകയും നിയമോപദേശം തേടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ചില തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് തന്നെ കൈമാറിയിരുന്നു, ഒപ്പം പോലീസിനും കൈമാറിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ പുറത്തു വന്നതും അല്ലാത്തതുമായ ചില ശബ്ദ സന്ദേശങ്ങൾ, ഒപ്പം വാട്സപ്പ് ചാറ്റുകൾ, പിന്നെ അതിനൊപ്പമുള്ള ചില CCTV ദൃശ്യങ്ങൾ, സുഹൃത്ത് അവിടെ വന്ന് പോയതടക്കമുള്ള ചില CCTV ദൃശ്യങ്ങൾ, ഒപ്പം അതിനുശേഷം ശാരീരിക അവസ്ഥ മോശമായതിനു ശേഷം ഡോക്ടറെ പോയി പലവട്ടം കണ്ടിരുന്നു. അവിടുത്തെ മെഡിക്കൽ രേഖകൾ, ആ ഡോക്ടറുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ ഇനി എടുക്കേണ്ടതുണ്ട്. അത്തരം മെഡിക്കൽ രേഖകൾ അടക്കമുള്ളവ അടക്കമാണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ നേരത്തെ ആ കുട്ടിയുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന പോലെ തന്നെ ആ കുട്ടിയുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ ജീവനെ തന്നെ ഭീഷണിയാവുന്ന തരത്തിലുള്ള ഗർഭചിത്ര നീക്കങ്ങളാണ്, ഗർഭചിത്രമാണ് നടത്തിയത്. അത് ഡോക്ടറുടെ ഭാഗത്തു തന്നെ ആ സമയത്ത് വലിയ തോതിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ള ഒരു ചോദ്യം ഡോക്ടർ തന്നെ ചോദിച്ചു എന്ന് ഇന്നലെ ആ കുട്ടിയുടെ ഓഡിയോ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡോക്ടറുടെ മൊഴി അടക്കമുള്ളവ ഈ കേസിൽ വളരെ നിർണായകമാകും. അതായത് നിർബന്ധിത ഗർഭചിത്രം നടത്തി എന്നതിന് കൃത്യമായ തെളിവുകൾ ഈ കുട്ടി പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതിനുശേഷമാണ് ആ തെളിവുകൾ വിശദമായി പഠിച്ചതിന് ശേഷമാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇതടക്കമുള്ള ഈ ജീവന് ഹാനികരമാവുന്ന തരത്തിൽ, ഒരു വ്യക്തിയുടെ ജീവന് ഹാനി ഉണ്ടാവുന്ന തരത്തിൽ നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്ന ജാമ്യമില്ലാത്ത ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള വകുപ്പ് ചുമത്തി രാഹുലിനെതിരെ കേസെടുക്കാൻ തീരുമാനിക്കുന്നത്. ഒടുവിൽ ഇന്ന് 6 മണിയോടുകൂടിയാണ് ഈ FIR രജിസ്റ്റർ ചെയ്യുകയും കേസ് എടുക്കുകയും ചെയ്തിരിക്കുന്നത്.